ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കൂതറ വർഷത്തിനുള്ള അവാർഡ് 2025 കൊണ്ടുവന്നാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതും അത്രയും കൂതറ വൃത്തികെട്ട ബ്രൂട്ടൽ ആയിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സോ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് കോഴിക്കോട് മുക്കത്ത് നിന്നാണ് ഗൈസ്. മുക്കത്ത് സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലിലെ വർക്ക് ചെയ്യുന്ന യുവതിയെ ഈ ഹോട്ടലിന്റെ ഓണറും വർക്കേഴ്സായിട്ടുള്ള വേറെ രണ്ടാളുകളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വാർത്ത വന്നിട്ട് ഏകദേശം 4 ദിവസമായി. ഇന്നൂടെ കൂട്ടി 5ാമത്തെ ദിവസമാണ്. ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി പോയിട്ടും 5 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഈ പെണ്ണിന്റെ ഫാമിലിക്ക് ഒരു വീഡിയോ പുറത്തുവിടേണ്ടി വന്നു, ഈ ഒരു കേസിന്റെ സീരിയസ്നെസ്സും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. നമുക്ക് ആദ്യം അവർ പുറത്തുവിട്ട ആ ഒരു വീഡിയോ കാണാം. അതിനകത്തെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വെക്കാം, എല്ലാം വെക്കുന്നില്ല. സോ ഈ പെൺകുട്ടി പബ്ജി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവര് ആ വീട്ടിലോട്ട് ചെന്ന സമയത്ത് ടെറസിന്റെ മുകളിൽ നിന്നാണ് പബ്ജി കളിക്കുന്നത്. ആ സമയത്ത് ഈ കൊച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ. ഇവന്മാര് ഉപദ്രവിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ഫോണിൽ പബ്ജി നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ക്രീൻ റെക്കോർഡ് ആണ്. അന്നേരം ഏതോ രീതിയിൽ ക്യാമറ ഓണായി. അങ്ങനെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ റെക്കോർഡായത്. ഈ ഒരു കേസിലെ ഏറ്റവും വലിയൊരു വൈറ്റൽ എവിഡൻസ് ആണ്. അല്ലെങ്കിൽ വേറൊരു തരത്തിലോട്ട് ഈ ഒരു കേസ് മാറിപ്പോയാണ് ഈ ഒരു എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ. എന്തായാലും ബാക്കി കാണാം. ആ പെൺകുട്ടിയെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത വെറും ഒരു സാധാരണക്കാരനായ നമ്മൾക്ക് തന്നെ ആ പെൺകുട്ടി കിടന്ന് അലറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കണ്ട ആ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? അവരിത് ഈ ഒരു വീഡിയോ പുറത്ത് വിടണമെങ്കിൽ ഈ ഒരു കേസിൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മാതാപിതാക്കളും തന്റെ കുട്ടിയെ പീഡിപ്പിക്കാൻ ചെല്ലുന്ന ഒരുത്തന്റെ വീഡിയോ പുറത്തു വിടില്ല. ഇതിനകത്ത് അവൻ പറയുന്ന കുറെ കാര്യങ്ങൾ റെക്കോർഡ് ആയിട്ടുണ്ട്, അതുകൂടെ കേൾക്കാം. അങ്കിളാണ് പേടിക്കണ്ട. ഈ നാറി, ഈ ഹോട്ടലിന്റെ ഓണറിന്റെ പേര് ദേവദാസ്. ഇവൻ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛന്റെ വാത്സല്യം അങ്ങ് വിതറി ഈ വിശ്വാസ്യത പിടിച്ചു പറ്റുകയാണ് ഇവൻ ആദ്യം ചെയ്തത്. എന്നിട്ടാണ് ഇവൻ ഈ കന്നന്തരം ഇരുന്ന് കാണിക്കുന്നത്. ആ പെൺകുട്ടി ആ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് 3 മാസം ആയതേ ഉള്ളൂ. ആദ്യമൊക്കെ ഇവൻ അച്ഛനെ പോലെ പെരുമാറി, ഒരു അങ്കിൾ എന്നുള്ള രീതിയിൽ. ഇവൻ അത്യാവശ്യം പ്രായമുണ്ട്, അവന്റെ ഫോട്ടോ ഞാൻ കാണിക്കും. ഇവൻ അത്യാവശ്യം പ്രായമുണ്ട്. ദേവദാസ് എന്നാണ് ഇവൻ നാറിയുടെ പേര്. അതിനുശേഷം ഇവൻ പല മെസ്സേജും, പല കുൽസിത മെസ്സേജും പല രീതിയിലും ഈ പെൺകൊച്ചുമായിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ വഴങ്ങി കൊടുത്തിട്ടില്ല. അതേ തുടർന്നാണ് ഇവര് താമസിക്കുന്ന വാടക വീട്ടിലോട്ട് ഇവർ ചെന്ന് കയറുന്നത്. ഈ പെൺകുട്ടിയുടെ കൂടെ വേറെ 2 സ്ത്രീകളോടുണ്ട്. അവരും അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അവരില്ലാത്ത സമയത്താണ് കൃത്യമായി അവരില്ല എന്ന് ഉറപ്പുവരുത്തി ഈ പെണ്ണിനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം 2 പേരെയും കൂട്ടി ചെന്നതാണ്. ഇപ്പൊ നിലവിൽ ഈ പീഡന ശ്രമത്തിന്റെ പേരിൽ മാത്രമാണ് ഇവന്റെ പേരിൽ കേസുള്ളത്. പക്ഷെ സംശയമുണ്ട് ഈ കുഞ്ഞിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ചെന്നതെന്ന്. അത് പറയാൻ കാരണമുണ്ട്, അത് പോകെ ഞാൻ പറയാം. ഒച്ച ഉണ്ടാക്കല് നിന്റെ മാനം പോവും, ഒച്ച ഉണ്ടാക്കല് നിന്റെ മാനം പോവും. ഈ ഒരു ഡയലോഗ് മാത്രം മതി, കൂടുതൽ തെളിവൊന്നും വേണ്ട. അങ്ങനെ ഈ പെങ്കൊച്ച് ചുവമ്പാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്, ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എടുത്ത് നിലത്തോട്ട് ചാടുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ നട്ടലിനും കൈക്കും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇവന്മാരാണ്. എന്നിട്ട് അവന്മാർ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ പോലീസ് ചെന്നപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇവന്മാർ ഈ രീതിയിൽ പെരുമാറി, അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഒരു കേസ് വന്നിട്ട് 4 ദിവസമായി. ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ലീഡ്സും കിട്ടിയിട്ടില്ല. ഇവന്മാരെ പൊക്കിയിട്ടില്ല. 3 പേരാണ് പ്രതികൾ. 3 പേരും ഒളിവിലാണ്. റിയാസ്, സുരേഷ്, ഈ ഹോട്ടലിന്റെ ഉടമ ദേവദാസ്. മാത്രമല്ല ഈ പ്രതികളുടെ ആളുകൾ ഈ പെൺകുട്ടീന്റെ വീട്ടിൽ വിളിച്ച് സ്വാധീനിക്കാൻ വരെ ശ്രമിച്ചു. ആ രീതിയിലുള്ള പിടിപാട് ഈ ഹോട്ടലിന്റെ ഓണറിന് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒളിവിലിരുന്നു കൊണ്ട് അവൻ ഈ തരത്തിലൊരു കരു നീക്കണമെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള സ്വാധീനമുണ്ട്. അവന്റെ കയ്യിൽ മൊബൈൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോൺ ഉണ്ട്, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കൊണ്ട് അവൻ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കത്തില്ല. അതിന്റെ ന്യൂസ് കാണാം. കോഴിക്കോട് മുക്കത്ത് അതിജീവിതയെ സ്വാധീനിക്കാൻ പ്രതികളുടെ ശ്രമം. പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയെന്ന പരാതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ അമ്മയെ സമീപിക്കുകയായിരുന്നു. അതേസമയം കേസിൽ പ്രതികളായവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവതിയുടെ നട്ടെല്ലിനും കൈക്കും സാരമായി പരിക്കേറ്റു. പിന്നീട് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചപ്പോഴാണ് യുവതിയുടെ അമ്മയെ വിളിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പ്രതികൾ 3 പേരും നിലവിൽ ഒളിവിലാണ്. കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് പ്രതികളുമായി ബന്ധപ്പെട്ടവർ യുവതിയുടെ അമ്മയെ സമീപിച്ചത്. അപ്പം ന്യൂസിൽ പറയുന്നത് പെണ്ണിന്റെ അമ്മയും വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ്. ഈ പെൺകുട്ടിന്റെ റിലേറ്റീവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹവും ഇവന്മാര് സ്വാധീനിക്കാൻ വിളിച്ചതിനെ പറ്റി പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കാം. ഇയാൾ ഇന്നലെ ഒരു രാഹുൽ, ഇയാളുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഹുൽ എന്ന് പറഞ്ഞ ആള്
എന്റെ സഹോദരി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിനൊന്നും കൂടെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല. നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടായെങ്കിലും മുകളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും വരുന്ന ദിവസങ്ങളിൽ. ഈ പെങ്കൊച്ചിന്റെ റിലേറ്റീവ് ആണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരി വിളിച്ച് രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പം ഈ പ്രതിക്ക് പ്രോപ്പറായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ചാനൽ ഉണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് പോലീസിന് ഇവരെ കണ്ടെത്താൻ പറ്റുന്നില്ല? എന്റെ ബലമായ സംശയം ഈ ദേവദാസ് എന്ന് പറയുന്ന നാറിക്ക് പ്രോപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട്. അവന് അകത്തും പുറത്തും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം 5 ദിവസമായിട്ട് ഇവനെ ഒളിവിൽ പോയിട്ട് ഇവനെ പിടിക്കാൻ പോലീസിന് സാധിക്കാത്തത്. ഈ FIR-നകത്ത് പോലീസ് കുറച്ച് തിരുത്തുകൾ എന്ന് വെച്ചാൽ ഈ പെണ്ണ് കൊടുത്ത പോലുള്ള മൊഴിയല്ല FIR-നകത്ത് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. അതിനെപ്പറ്റിയും ഈ റിലേറ്റീവ് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഒരു 3 മൊഴികൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മൊഴി എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം എടുത്തു, ഇന്നും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ FIR-ൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും 4 ദിവസമായിട്ടും പ്രതിയെ കുറിച്ച് ഒരു സൂചന ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചില സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു. പീഡന ശ്രമത്തിനിടയിൽ പ്രാണരക്ഷാർത്ഥം ചാടുന്നതും അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് വീഴുന്നതും എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാവുന്നില്ല. 2 or 3 തവണ ഈ പെങ്കൊച്ചിന്റെ മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. സോ പോലീസ് ഈ പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ ഇവന്മാര് മിക്കവാറും ജാമ്യം കിട്ടിയിട്ട് ഇത് പുറത്തു വരും. മാത്രമല്ല ഈ ഒളിവിൽ പോയ പ്രതി ഈ പെണ്ണിനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം അവന്റെ ആ ഒരു സ്വാധീനവും പിടിപാടും നിങ്ങൾ ആലോചിക്കണം. അതുകൂടെ കേൾക്കാം. വളരെ വിഷമത്തോടുകൂടി നമ്മൾ ആ വീഡിയോ വിട്ടത്. കാരണം ജനങ്ങളെങ്കിലും സത്യം അറിയണം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മാന്യൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട്. അപ്പൊ സ്വാഭാവികം നമ്മൾ ആ വീഡിയോ പുറത്തുവിട്ടില്ല ജനങ്ങൾ പോലും ചിലപ്പോൾ ആ കുട്ടിയെ സംശയിച്ചോളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പുറത്തുവിട്ടത്. പല പീഡന പരാതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പ്രോപ്പറായിട്ട് തെളിവുകളുള്ളത് ഒരെണ്ണം നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അന്നേരവും ഈ പ്രതി എന്ന് ആരോപിക്കുന്ന നാരി ഈ പെൺകുട്ടിയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്, അവനെ നല്ലതാക്കാൻ. അവൻ ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ബഹളം വെച്ച് കഴിഞ്ഞാൽ നിന്റെ മാനം പോകുന്നു. ആ ഒരൊറ്റ സെന്റൻസ് മാത്രം മതി അവന്റെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു കൊലപാതക ശ്രമമാണോ എന്ന് ഞാൻ പറയാനുള്ള കാരണം, അതിനെപ്പറ്റിയും ഈ പറയുന്ന റിലേറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതോടെ ഒന്ന് കേൾക്കും. ഒരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെങ്കിൽ, ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് ജീവനക്കാരെ കൂടെ കൂട്ടിയാണ്, 2 തൊഴിലാളികളെ കൂട്ടിയാണോ പോകുന്നൊക്കെ ചോദിക്കുന്നു. അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഈ വാദത്തെ? ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി, കുറെ ചാറ്റുകളും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇയാൾ ഈ കുട്ടികളെ ത്രട്ടൻ ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ഇവളുടെ മുകളിൽ കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാര്യയോട് ഞാൻ അറിയിക്കും. ആ സമയത്ത് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം. അപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇപ്പോഴെല്ലാം മുമ്പേ ഈ പ്രചരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇയാൾ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അതെ. അപ്പൊ എന്താണെന്നറിയില്ല, ഒരുപക്ഷെ അത് കുട്ടിയുടെ ജീവനെടുക്കാനുള്ള ഒരു പദ്ധതിയാവാം, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് എനിക്കില്ല. കാരണം 3 പേർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മാസ്കിംഗ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞത്. മുഖം മറച്ചു ചുറ്റി വെക്കാൻ വേണ്ടി, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇവൻ ഈ പെങ്കൊച്ചിനെ ശല്യം ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. വാട്സാപ്പിനകത്ത് പല അശ്ലീല മെസ്സേജുകളും അയച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പ്രോപ്പർ എവിഡൻസ് ഇവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 പേരാണ് ആ വീട്ടിലോട്ട് ചെന്നത്. അവന്മാരുടെ കയ്യിൽ മാസ്കിംഗ് ടേപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇവന്റെ ഭാര്യ എടുത്ത് ഇതൊക്കെ പറയുമെന്നുള്ള ഒരു ഭീഷണി ഈ പെങ്കൊച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി വല്ലതും പോയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പെങ്കൊച്ച് സ്വയം ചാടിയതാണോ ഇനി അവന്മാര് തെള്ളിയിട്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ഈ വീണ സമയത്ത് ഈ മറ്റാൾക്കാരോ കണ്ടു, അതിന്റെ പേരിലാണ് ഇവന്മാർ അതിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ചിലപ്പം അതിന്റെ വിധി വേറൊന്നായേനെ. അന്നേരം ഇവന്മാരുടെ പേരിൽ ഈ റേപ്പ് കേസ് മാത്രമല്ല വധശ്രമവും കൂടെ ആഡ് ചെയ്യണം. അതിന്റെ വകുപ്പ് ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കാണാം. മാതൃഭൂമിക്കകത്ത് വന്ന ന്യൂസ് ആണ്. യുവതിയുടെ അതിജീവിതയുടെ ബന്ധുക്കളെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്, കേസ് പിൻവലിക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ വെക്കുന്നു. പക്ഷെ ഇതാ നിങ്ങൾ ഈ ബ്ലറായിട്ട് കാണുന്നതാണ് ഈ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടൽ. ഈ ഹോട്ടലാണ് ആ യുവതി വർക്ക് ചെയ്യുന്നത്. ഈ ഹോട്ടലിന്റെ ഓണറാണ് ഈ കന്നന്തിരിവ് കാണിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ ന്യൂസുകാർ ഈ ഒരു ഹോട്ടലിന്റെ പടം ബ്ലർ ചെയ്ത് വെച്ചേക്കും? ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് നോക്കി, ഒരു ന്യൂസിലും അവർ ഈ ഹോട്ടലിന്റെ പേരോ പടവോ കാണിക്കുന്നില്ല. ആ വീട് മാത്രം, ആ ഇൻസിഡന്റ് നടന്ന വീട് മാത്രമാണ് കാണിക്കുന്നത്. അതിന്റെ പല ആംഗിളിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ബാക്കി
എല്ലാത്തിനകത്തും നോക്കി ഒന്നും കാണിക്കുന്നില്ല. ആ കൂടി ഈ ഒരു ഹോട്ടലിന്റെ പടം കാണിച്ചത് ന്യൂസ് 18 മാത്രമാണ്. അവർ കൃത്യമായി ഹോട്ടലിന്റെ പേരും എല്ലാം കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന ഹോട്ടൽ. അപ്പം ബാക്കിയുള്ള ന്യൂസ് ചാനലുകൾ നിങ്ങൾ ആരെയാണ് എന്താണ് പേടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ചെറ്റത്തരം കാണിക്കുന്നത് ഇവന്റെയൊക്കെ ഹോട്ടൽ ബ്ലറായി കാണിക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ പേര് പറയാതിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇതാണ് ഈ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടൽ. സങ്കേതം മോട്ടൽ എന്നാണ് അതിന്റെ പേര്. ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയാൻ നിൽക്കരുത്. വഴി തെറ്റിപ്പോയി തെരുവിൽ കിടന്നുറങ്ങേണ്ടി വന്നാൽ പോലും അങ്ങോട്ട് പോകരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട്. ഇവനാണ് ഇതിന്റെ ഓണർ, ഇവനാണ് മറ്റൊരു പ്രതി. ഇത് ദേവദാസ്. ഇവന്റെ ഈ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഫോട്ടോസ് ഒന്നും ഇല്ല. മനഃപൂർവ്വം ഇനി മീഡിയാസ് പുറത്ത് വിടാത്തതാണോ എന്നും അറിയില്ല. സോ സങ്കേതം മോട്ടൽ എന്ന് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിന്റെ റിവ്യൂസിൽ പോയിട്ട് ഫസ്റ്റ് സ്റ്റാർ കൊടുക്കുക. നിങ്ങൾക്ക് തോന്നിയ ഒരു കമന്റ് ഇടുക. വുമൻസ് സേഫ് അല്ലെന്നോ അങ്ങോട്ട് പോകരുതെന്നോ കമന്റ് ഇടുക. നമ്മുടെ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാർ ഇത് ചെയ്യുക. കാര്യം ഒരു തരത്തിലും അങ്ങോട്ട് ഒരു കുഞ്ഞുങ്ങളും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഞാനും അടിച്ചിട്ടുണ്ട് ഒരു കമന്റ്, പോസ്റ്റ് കൊടുക്കുക, തീർന്ന പരിപാടി. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നെഗറ്റീവ് കമന്റ് അടിച്ചു വിടുക. ഒരു കുഞ്ഞും ആ ഹോട്ടലിലോട്ട് ചെന്ന് കയറരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഇവന്മാരുടെ ഒരു പേജ് ഉണ്ട്, സങ്കേതം മോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എ സാങ്ച്വറി ഫോർ കംഫർട്ട് എക്സ്പീരിയൻസ് ദ അള്ളൂർ ഓഫ് ആളൂർ എന്നാണ് എഴുതിയേക്കുന്നത്. ആളൂര് വരും, നിന്നെയൊക്കെ രക്ഷിക്കാൻ ആളൂര് വരും. ആ നാറിയാണ് ആദ്യം അടിക്കേണ്ടത്. യുവർ കംഫർട്ട് ഈസ് അവർ പ്രയോറിറ്റി. മനസ്സിലായി കംഫർട്ട് എന്താണെന്ന്. ഇതാണ് അവന്മാരുടെ പേജ്. മനസ്സിലായല്ലോ. ജന്മം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആരും പോകരുത്, അത്രേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ളവന്മാര് ഹോട്ടൽ നടത്തണ്ട, പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കട്ടെ, അതാണ് നല്ലത്. നീയൊക്കെ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ പൊതുശല്യമാണ്. ഇവനെയൊക്കെ പടം അടക്കം പബ്ലിഷ് ചെയ്യണം, നാട്ടിൽ ഫ്ലെക്സ് അടിച്ചു വെക്കണം, പെണ്ണുപിടിയന്മാരെന്നും പറഞ്ഞിട്ട്. പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നാണം കെടുത്തി നാറ്റിക്കണം. പറ്റുമെങ്കിൽ മാക്സിമം ശിക്ഷയും മേടിച്ചു കൊടുക്കും. കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ